ക്രിസ്മസ് കരോൾ സംഘത്തിനൊപ്പം ഡ്രംസ് വായിച്ച് ഞെട്ടിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. കരോൾ സംഘം വീട്ടിലെത്തിയപ്പോൾ ആവേശത്തിലായ മന്ത്രി സംഘത്തിൽ ഒരാളുടെ ഡ്രംസ് വാങ്ങി വായിക്കുകയായിരുന്നു. മന്ത്രി കൂടി ഒപ്പം കൂടിയതോടെ കരോൾ സംഘവും വലിയ ഹാപ്പിയായി. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വീഡിയോ. ആദ്യം അത് കാണാം. കരോൾ സംഘത്തിനൊപ്പം ബാൻഡ് വായിച്ച മന്ത്രി എന്നോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോകാനുള്ള ഒരു വികാരം? ഞാനൊരു പച്ചയായ മനുഷ്യനല്ലേ. നമ്മളെന്തിനാ ഈ വീർപ്പിച്ച് നടക്കേണ്ട കാര്യം? നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് ലോകത്തെ മുഴുവൻ കാര്യങ്ങളും ചർച്ച ചെയ്ത് നമ്മളെന്തിനിങ്ങനെ പോകും? നമുക്ക് വളരെ കുറച്ച് കാലമല്ലേ ജീവിതമുള്ളൂ. ഇപ്പം ഐ എം 60 വയസ്സായി. ഇനിയിപ്പോൾ എത്ര കാലമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ വളരെ ഹാപ്പിയായിട്ട് അങ്ങോട്ട് പോവുക. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കുടുംബവുമായും മക്കളുമായും നാട്ടിലെ സഹപ്രവർത്തകരുമായി നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സന്തോഷിക്കുക. മന്ത്രി അതിന് ശേഷം നാട്ടിൽ കൈലിയൊക്കെ കൊടുത്താണ് നടക്കാറുള്ളത്. അപ്പോൾ ഈ മുൻപും ഈ കരോൾ സംഘത്തിനോടൊപ്പം ഇങ്ങനെയൊക്കെ പോകാറുണ്ടോ അതോ ആദ്യമായിട്ടാണോ? അല്ലല്ല, എല്ലാ വർഷവും ഇറങ്ങി ഇവരോട് പോകും. നല്ല രസമാണ് പാട്ടൊക്കെ പാടാൻ. ഇപ്പോൾ ഇവരുടെ കൂടെ അമ്പലത്തിലെ മറ്റേ കുതിര പിടിക്കാനും പോകും. എൻ്റെ അമ്പലമുണ്ട് കൊഴുവല്ലൂരമ്പലം ദേവീക്ഷേത്രത്തിൽ. അവിടെ കുതിര കിട്ടുമ്പോൾ അവിടെ കുതിര പിടിക്കാൻ എല്ലാ വർഷവും പോകും. അടുത്ത വർഷം വന്നാൽ മതി, കാണും. നമ്മൾ തന്നെ നേരിട്ട് കുതിര പിടിക്കാൻ. അപ്പോൾ എന്താ ഈ ക്രിസ്മസിന് എന്താ സ്പെഷ്യലായിട്ടുള്ള പരിപാടി? എന്താ? ഒന്നുമില്ല, 25 നല്ല ഭക്ഷണം കഴിക്കും, അത്രേ ഉള്ളൂ. പിന്നെ കരോൾസൊക്കെ വരുമ്പോൾ അവിടെ ഒരു പാട്ട് പാടുക, ഇതൊക്കെ ഏറ്റവും പഠിക്കുക, പിന്നെ ചെണ്ട അടിക്കുക, ഇതൊക്കെ ഒരു സന്തോഷം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഓർക്കുമ്പോൾ അവർക്ക് നമ്മളെക്കുറിച്ച് പരിമല്ല വേണ്ടത്. നമ്മളെക്കുറിച്ച് അവർക്ക് ഒരു നല്ല ചിന്തയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടുകൂടി, ഞാനെപ്പോഴും ഹാപ്പിയാണ്. ഈ നമ്മളെപ്പോഴും മനസ്സിലാക്കി, ഈ ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. ഏത് മനുഷ്യന് ആഗ്രഹം മേടിക്കും ഒരു പ്രശ്നമില്ല. നമ്മൾ ഇന്നതാകുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് പോയാൽ അവിടെ ഉണ്ടാകും. ഈ ഇൻ്റർവ്യൂ നിങ്ങൾ 2024 ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നേരിടുമോ? ഉറപ്പായിട്ടും ഇടും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നു, 2024 ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വീണ്ടും വരും, 3ാം തവണ. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കാൽക്കുലേഷൻ അല്ല, എൻ്റെ കാൽക്കുലേഷൻ. ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ജനങ്ങളുടെ മനസ്സ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് വരണം തന്നെയാണ്. ചില കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചാൽ മതി. ആ കുറവ് പരിഹരിക്കണം. ഈ കരോൾ സംഘത്തിൻ്റെ പ്രതികരണം എടുക്കാൻ വന്നപ്പോഴും അതിനകത്ത് രാഷ്ട്രീയക്കാരനായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. എന്തായാലും സാധാരണ നിലയിൽ നമ്മൾ മന്ത്രിയുടെയൊക്കെ ഒരു ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകാറുണ്ട്. അത് വളരെ ഇങ്ങനെ നമ്മൾ അച്ചടി ഭാഷയിലാണ് ഒക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ മന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയാം, മാതൃഭൂമിയുടെ 10,000 ലക്ഷക്കണക്കിന് പ്രേക്ഷകരില്ലേ. അപ്പോൾ ഈ ദിവസം, ഈ ക്രിസ്മസ് പുതുവത്സരം മാതൃഭൂമിയുടെ പ്രേക്ഷകർക്ക് എല്ലാവിധമായ ആശംസകളും തരും. അപ്പം മന്ത്രി സജി ചെറിയാനും ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്. ക്രിസ്മസ് കാലത്ത് ഇങ്ങനെ രസകരമായ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. അക്കൂട്ടത്തിലേക്ക് ഇതാ മന്ത്രി സജി ചെറിയാന്റെ പെർഫോമൻസ് കൂടി നമുക്ക് ചേർത്ത് വെക്കാം. രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് തത്സമയം. രഘു, നല്ല പെർഫോമൻസ് ആയിരുന്നു മന്ത്രിയുടെ. ഇതിനു മുൻപും അതേ പാലാപ്പള്ളി ആ പാട്ടിന് ഒപ്പം സ്റ്റെപ്പ് വെച്ച് മന്ത്രി നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. മന്ത്രി പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സാധാരണ മനുഷ്യരാണ്, നമുക്കും ആഘോഷിക്കാം, നമുക്കും ഇതുപോലെ എൻജോയ് ചെയ്യാം, അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. പക്ഷെ മന്ത്രി ആയതുകൊണ്ട് നമുക്ക് കൗതുകം അല്പം കൂടുതലാണ്. അത് കാണുന്ന സോഷ്യൽ മീഡിയയിലടക്കം വലിയ കയ്യടിയും മന്ത്രിക്ക് എത്തുന്നുണ്ട്. മന്ത്രി പറഞ്ഞതുപോലെ എപ്പോഴും കുഞ്ഞായിരിക്കുക, ചെറുതായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം എന്ന് മാത്രവുമല്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോൾ കിട്ടിയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ നിമിഷം വീണ് കിട്ടിയാലും അത് പരമാവധി ആസ്വദിക്കുക. നമ്മുടെ ടെൻഷനും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറക്കാൻ ഒരു സഹായകരമാകുന്നു എന്ന് മാത്രവുമല്ല, എനിക്ക് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ് തെങ്ങ് കയറുന്ന പഞ്ചായത്ത് അംഗം, അല്ലെങ്കിൽ മീൻ വിൽക്കുന്ന പഞ്ചായത്ത് അംഗം, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ജനപ്രതിനിധി ഒക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രാധാന്യം നൽകി ഇത്തരം വാർത്തകൾ നൽകാറുണ്ട്. അതുകൊണ്ടുകൂടി അത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം നൽകുന്നത് കൊണ്ടുകൂടിയാണ് മന്ത്രിയും ഇത്തരത്തിൽ കരോൾ സംഘത്തിനോടൊപ്പം ബാൻഡ് കൊട്ടുന്ന അല്ലെങ്കിൽ ആ താളം പിടിക്കുന്ന വാർത്തയും ചർച്ചയാകുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പഞ്ചായത്ത് അംഗമാണെങ്കിലും മന്ത്രിയാണെങ്കിലും അല്ലെങ്കിൽ ജനപ്രതിനിധി
ജനപ്രതിനിധികളാണെങ്കിലും അവരാരും അമാനുഷികരൊന്നുമല്ല. അവരൊരു സുപ്രഭാതത്തിൽ മന്ത്രിയായി ജനിച്ചു വീണവരല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ മാറിയ ആളുകളല്ല. നമ്മളെയൊക്കെ പോലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ ഒരു തലം, അവരുടെ ഉത്തരവാദിത്വം മറ്റൊന്നായി മാറുമ്പോൾ നമ്മളെന്തോ അവർ വലിയ ആളായി മാറി എന്നുള്ളൊരു തെറ്റിദ്ധാരണ മൂലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ അമിതമായ എന്തോ ഒരു വലിയ സംഭവമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അത്തരത്തിൽ, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും അത്തരത്തിൽ വാർത്ത നൽകാറുമുണ്ട്. പക്ഷേ അവരും പറയുന്നത് പോലെ അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെയൊക്കെയുള്ള മനുഷ്യരാണ്. അവർക്കും ഇത്തരത്തിലൊക്കെയുള്ള ആഘോഷങ്ങളുണ്ട്. അതിലൊന്നും വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ നമ്മൾ മന്ത്രിയും നമ്മളും ഒരുപോലെയാണോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. എന്നാലും അവരൊക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, മനുഷ്യരാണ്. അവരുടെ ചുറ്റും നടക്കുന്ന സമൂഹം, പ്രത്യേകിച്ച് പലപ്പോഴും ഈ സിനിമാ നടന്മാരൊക്കെ പറയാറുണ്ട്, അവരൊരു തലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള പൊതു കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പറ്റുന്നില്ല, പൊതുവായ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അടുത്തിടയ്ക്ക് മാതൃഭൂമി ഗൃഹലക്ഷ്മിയിൽ മോഹൻലാൽ എഴുതിയിരുന്നു, അദ്ദേഹത്തിന് ട്രെയിനിൽ യാത്ര ചെയ്യണമെന്നുണ്ട്, പക്ഷേ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, ആളുകളൊക്കെ ചുറ്റും കൂടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങളുണ്ട്. പലർക്കും പല ആഘോഷങ്ങൾ അല്ലെങ്കിൽ പല ആഗ്രഹങ്ങളും ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ മന്ത്രി ഒരു മാതൃകയാണ്. അദ്ദേഹം അങ്ങനെ സാധാരണ ജനപ്രതിനിധികൾ ഇങ്ങനെ നാട്ടുകാരോടും മനുഷ്യന്മാരോടും എല്ലാവരോടും ഇങ്ങനെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന കാഴ്ച കാണാനാണ് നമുക്കും ഇഷ്ടം. മന്ത്രി പറഞ്ഞു ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, എല്ലാവരും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട്, ഇതത്ര കാര്യമായി കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മന്ത്രി അത് ചെയ്യുന്നത് കാണുമ്പോൾ കുറച്ച് കൗതുകമുണ്ട്. ഇങ്ങനെയുള്ള ജനപ്രതിനിധികളെ തന്നെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും. രഘുനാഥ് നാരായണനാണ് തത്സമയം ചേർന്നത്.